നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണ് എന്ന് ഇവിടെ പറയുകയുണ്ടായി. ആരെയെങ്കിലും ഒരു മതം മാറ്റുന്നതിനോ സഭ മാറ്റുന്നതിനോ ഒന്നുമല്ല ഈ ശുശ്രൂഷ ഇവിടെ ചെയ്യുന്നത്. അതിനപ്പുറത്ത് മനുഷ്യഹൃദയങ്ങളിൽ ആഴമേറിയ പരിവർത്തനം നൽകുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു സന്ദേശമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അർത്ഥാൽ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളെയും മറികടക്കുവാൻ കഴിയുന്ന ദൈവികമായ സാന്നിധ്യവും സാമീപ്യവും സായുജ്യവും മനുഷ്യനോട് ചേർന്ന് അവന്റെ ഹൃദയതലങ്ങളിലും അവന്റെ കുടുംബത്തിലും അവന്റെ ജീവിതത്തിലും കടന്നു വരുന്ന ഏത് പ്രതിസന്ധികളുടെ നടുവിലും കരം പിടിച്ച് അത്ഭുതകരമായി നടത്തുവാൻ കഴിയുന്ന, സഹായിപ്പാൻ കഴിയുന്ന, വിടുവിപ്പാൻ കഴിയുന്ന ഒരു സന്ദേശമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന നിർമ്മലമായ സുവിശേഷം. അതുകൊണ്ട് തന്നെയാണ് ഇത് ശക്തമായ നിലയിൽ ലോകമെമ്പാടും പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പഞ്ചായത്തിലോ ഒരു വില്ലേജിലോ ഒരു സ്റ്റേറ്റിലോ ഒരു രാജ്യത്തോ ഒതുങ്ങാതെ ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് സുവിശേഷമാണ്. ലോകം മുഴുവൻ ഈ സന്ദേശം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. വിവിധ മാധ്യമങ്ങളിലൂടെ ഈ സന്ദേശം അറിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ആദിവാസികളായ ലിപികളോ തങ്ങളുടെ ഭാഷകളോ ഒന്നും വേണ്ടതുപോലെ ആളുകൾക്ക് മനസ്സിലാകാത്ത ആളുകളുടെ ഇടയിൽ പോലും ഒരു സുവിശേഷത്തിന്റെ ഒരു ട്രാക്റ്റെങ്കിലും ഒരു സുവിശേഷ ഭാഗമെങ്കിലും അവരുടേതായ ഭാഷ പഠിച്ച് മിഷണറിമാർ അവർക്കായി കൊടുക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ സന്ദേശം അറിയാത്തവരായി ആരും തന്നെ ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. കുഗ്രാമത്തിൽ താമസിക്കുന്ന, കാട്ടിൽ പാർക്കുന്ന, ആ നിലകളിൽ നമ്മൾ നിരക്ഷരകുക്ഷികളെന്ന് കരുതുന്ന അനവധി ആളുകളുടെ ഇടയിൽ പോലും ഈ സന്ദേശം വളരെ ശക്തമായ നിലയിൽ അറിയിക്കപ്പെടുന്നതിന്റെ കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ. അവരെ ആരെയും മതം മാറ്റുവാനല്ല, മറിച്ച് അവരുടെ ഹൃദയതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ജീവിതത്തിൽ ആഴമായി അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, അവരെ മാറ്റിമറിക്കുന്ന ഒരു സന്ദേശമാണ് ഇതെന്നുള്ളത് കൊണ്ട് ഇത് ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അധികം ഭാഷകളിൽ തർജ്ജിമ ചെയ്യപ്പെട്ടിട്ടുള്ള പുസ്തകം ഏതാണ് എന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിളാണ്. അതാണ് ഏറ്റവും അധികം ഭാഷകളിൽ ഇന്ന് തർജ്ജിമ ചെയ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു ഇഹലോകത്തിലായിരുന്നപ്പോൾ താൻ ഒരു പാട്ട് പാടിയതായി നാം വായിക്കുന്നില്ല. അനവധി സന്ദേശങ്ങൾ താൻ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ യേശുവിനെ കുറിച്ച് പാടുന്ന നിരവധി ഗാനങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. തന്റെ അവദാനത്തെ പാടി പുകഴ്ത്തുന്ന അത്ഭുതങ്ങളെ കുറിച്ച്, അതിൻ്റെതായിരിക്കുന്ന വീര്യപ്രവൃത്തികളെ കുറിച്ച്, ദൈവികമായ യേശു ക്രിസ്തുവിലൂടെ മനുഷ്യന് ലഭിക്കുന്ന നന്മകളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് അനവധി ഗാനങ്ങൾ ഇന്ന് വിരചിതമായിട്ടുണ്ട്. അനവധി ഗായകർ ഇന്ന് അതിനു വേണ്ടി പാടുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ ഒരു പാട്ട് കേട്ടു, ആട്ടിടയ നീ മാത്രം ആ നല്ല ഇടയനായ കർത്താവിനെ ഉള്ളതുപോലെ പ്രകീർത്തിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗാനമാണ് ആ മനോഹരമായ ഗാനം. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ നൂറുകണക്കിന് പാട്ടുകൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പാടിയിട്ടുണ്ട്. എന്നും അനവധി ഹൃദയതലങ്ങളിൽ ഈ പാട്ടുകൾ ആശ്വാസം നൽകുന്നതാണ്. അനവധി നമുക്കറിയാം പാട്ടുകൾ പാടി, പാട്ടുകൾ കേട്ട്, അത് പഠിച്ച് ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുന്ന ആളുകളെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇന്ന് ധാരാളമുണ്ട്. അവൻ മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുന്ന, തകർച്ചയിലേക്ക് നയിക്കുന്ന ഒട്ടനവധി ചിന്തകൾ
ചിന്തകൾ അടങ്ങിയ അവരുടെ ചിന്താസരണിയിലേക്ക് അത് കടന്നു വന്നിട്ട് അവരുടെ ജീവിതത്തിന്റെ തകർച്ചയിലേക്ക് അവരെ കുട്ടുകുത്തിക്കുന്ന ദോഷകരമായ പാപകരമായ പല ചിന്തകളെ ഉള്ളതുപോലെ വെളിപ്പെടുത്തുന്ന ഒത്തിരി 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 നാശകരമായ വിനാശകരമായ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ എഴുന്നേറ്റുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ അർത്ഥാൽ ആശയും അർത്ഥവും നൽകി അവന്റെ ഹൃദയതലങ്ങളിൽ സമാധാനം നൽകി ഇന്നും പാടി ജീവിതത്തിന്റെ ഏത് രംഗങ്ങളിലും സന്തോഷിപ്പാൻ കഴിയുന്ന ഭക്തന്മാരും ഭക്തമതികളുമായ ആളുകൾ ഒരു കാലത്ത് ദൈവിക അനുഭവങ്ങളിലൂടെ അതിന്റെ ആഴങ്ങളിലൂടെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളുടെ നടുവിൽ പാടി ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി വിടുതൽ പ്രാപിച്ച മനോഹരമായ ഗാനങ്ങൾ ഇന്നും അതുല്യങ്ങളാണ്. അതിനൊപ്പം വയ്ക്കുവാൻ മറ്റ് ഗാനങ്ങളില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ടുകൾ മനോഹരമായി പാടി ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. ജീവിതത്തിന്റെ തകർന്ന ഏത് മേഖലകളിലും ആശയത്തെ ഏത് സന്ദർഭങ്ങളിലും പാടി ആരാധിക്കുവാൻ കഴിയുന്ന നിരവധി പാട്ടുകൾ യേശുവിന് വേണ്ടി ഭക്തന്മാരുടെ മെറ്റീരിയലുകളിൽ നിന്ന് വിരചിതമായിട്ടുണ്ട്. ആ ഗാനങ്ങളിൽ ഒന്ന് രണ്ട് പാട്ടുകളാണ് പ്രിയ കുഞ്ഞും പ്രിയ കർത്തൃദാസനും ഇവിടെ പാടിയത്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഞാൻ മുഖവരയായി എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി ഇതിങ്ങനെ പ്രസംഗിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്ദേശമാണ്. അതുകൊണ്ട് ഇതിന് കാതു കൊടുത്തില്ലെങ്കിൽ തന്നെ ഇതിന്റെ വില വളരെ ലളിതമായി വളരെ വളരെ തുച്ഛമായി കാണുന്ന ഒത്തിരി ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ പയ്യപ്പാടിയിലുള്ള ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ അങ്ങനെയല്ല എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ സന്ദേശത്തെ കുറിച്ച് ഇതിന്റെ വിലയെ കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാകുന്നത് കൊണ്ട് ഈ സായാഹ്ന സന്ധ്യയിൽ ഒരല്പസമയം നിങ്ങളുടെ വിലയുള്ള ആ ശ്രദ്ധയെ ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് അല്പസമയങ്ങൾ ആ ധ്യാനത്തിനായി ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ. ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ യേശു എന്നൊരു നാമമേ. ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ യേശു എന്നൊരു നാമമേ, യേശു എന്നൊരു നാമമേ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ. വിശുദ്ധ ബൈബിളിലെ ഒരു ശുദ്ധമാണ് വചനമാണ് ഞാൻ ഈ പാട്ടിലൂടെ പാടി കേൾപ്പിച്ചത്. ആ വാക്യം ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല. ഇത് ബൈബിളിലെ ഒരാധികാരികമായ പ്രസ്താവനയാണ്. ബൈബിളിന്റെ പ്രത്യേകത, വിശുദ്ധ തിരുവെഴുത്തുകളെ പരിശോധിക്കുമ്പോൾ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന് ദൈവത്തോളം തൂക്കമുണ്ട്. ആധികാരികമായ പ്രസ്താവനകളാണ് ഈ ബൈബിളിലുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഊഹിക്കാമെന്നോ അങ്ങനെ ചിന്തിക്കാമെന്നോ അങ്ങനെ പറയാമെന്നോ അങ്ങനെ വേണമെങ്കിൽ ആയിരിക്കുമെന്നോ ഒന്നും അല്ല ബൈബിളിന്റെ പ്രസ്താവന.
പലരുടെയും പല ചിന്തകളും അങ്ങനെ തന്നെയാ. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം, അങ്ങനെ അതിനെക്കുറിച്ച് പറയാം, അങ്ങനെ ഊഹിക്കാമെന്നൊക്കെ ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിൽ പോലും ഊഹിക്കാമെന്നും ചിന്തിക്കാമെന്നും പറയാമെന്നും അങ്ങനെ ആയിരിക്കുമെന്നും പറയുന്ന അനവധി വാക്കുകളുണ്ട്. എന്നാൽ ബൈബിളിന്റെ പ്രത്യേകത ആധികാരികമായി മനുഷ്യനോട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് രണ്ടു പക്ഷമില്ല. കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ രക്ഷയ്ക്ക് വേറൊരു മാർഗമില്ല എന്ന് പറയുമ്പോൾ പലർക്കും പ്രയാസം തോന്നാറുണ്ട്. ഒട്ടനവധി മാർഗങ്ങളും മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളുമൊക്കെ നിലകൊള്ളുന്ന ഈ മണ്ണിൽ യേശുക്രിസ്തു മാത്രമാണോ രക്ഷ എന്ന് ചോദിക്കുന്ന ഒട്ടനവധി ആളുകൾ, അങ്ങനെയുള്ള ആളുകളുമായി ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട്. യേശുക്രിസ്തു മാത്രമാണോ രക്ഷ? ചില ആളുകൾ പറയുന്നത് ഇവിടുന്ന് പാമ്പാടിക്ക് പോകുവാൻ നിരവധി വഴികളുണ്ട്. ഇതിലെ വെണ്ണിമല വഴി പോയാൽ നമുക്ക് നേരെ പാമ്പാടിയിലേക്ക് പോകാം, മഞ്ഞാടി വഴി പാമ്പാടിയിലേക്ക് പോകാം, അങ്ങോട്ട് മാറി മണ്ടർകാട്ടിലൂടെ യാത്ര ചെയ്ത് പാമ്പാടിക്ക് പോകാം. ഇങ്ങനെ നിരവധി വഴികൾ ഈ ഒരു സ്ഥലത്തേക്ക് പോകുവാൻ ഉള്ളതുപോലെ ദൈവത്തിന്റെ അടുക്കലേക്കും നിരവധി വഴികളുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു വഴിയിലൂടെ നമ്മൾ പോയാൽ പോരെ? വഴികൾ പലതല്ലേ, എത്തേണ്ടടുത്ത് എത്തിയാൽ പോരെ? ദൈവങ്ങൾ പലതാണ്, ദേവന്മാര് പലതാണ്, ആശയങ്ങൾ പലതാണ്, പ്രത്യയശാസ്ത്രങ്ങൾ പലതാണ്. ഇതെല്ലാം ഒരിടത്താണ് ചെന്ന് ചേരുന്നത് എന്ന് പഠിപ്പിക്കുന്ന ഒത്തിരി ഒത്തിരി ആളുകളുണ്ട്. അങ്ങനെയുള്ളവരോട് ഞങ്ങൾ പറയട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, ഒന്നരയില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയാണെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആൻസറാണ്. വേറൊരാള് പറയുകയാണ് ഇന്ദിരാഗാന്ധിയാണെന്ന് പറഞ്ഞാൽ, വേറൊരാള് പറയുകയാണ് നെഹ്റുജിയാണെന്ന് പറഞ്ഞാൽ, ഓപ്ഷനിൽ 3 ഉത്തരങ്ങൾ ഇട്ടിട്ടുണ്ട്. ആ 3-ൽ ഒരൊറ്റ ഉത്തരമേ ശരിയുള്ളൂ. അത് 3ഉം നോക്കിയിട്ട് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇരുന്നയാളാണ്, പക്ഷേ ഇപ്പോൾ ഇന്ദിരാഗാന്ധി അല്ല. ഉത്തരം ഒന്നേ ഉള്ളൂ. ഏത് കാര്യത്തിലും നമ്മൾ പഠനവിധേയമാക്കിയാൽ നിരവധി ഉത്തരങ്ങളില്ല, ഉത്തരം ഒന്നേ ഉള്ളൂ എന്നുള്ളതുപോലെ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന മാർഗം ഒന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിൾ ആദിയുടെ അന്തം നാം പഠിച്ചാൽ ഈ രക്ഷ എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഈ വാക്കിൽ നിന്ന്. ചിലരുടെ ധാരണ നല്ല വീട് പണിയുന്നതാ രക്ഷ, ലോട്ടറി അടിച്ചാൽ രക്ഷപ്പെട്ടെന്ന് പറയും. ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ വേറെ ചില ആളുകൾ പറയും അവനിപ്പോ നല്ല കാലമാ, രക്ഷയുടെ കാലമാ, അവൻ രക്ഷപ്പെട്ടു, കാരണം നല്ലൊരു ജോലി കിട്ടി കഴിയുമ്പോൾ അത് രക്ഷയാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അടുത്ത കാലത്ത് ഞാനൊരു ലോട്ടറിക്കാരനുമായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹം ഭാഗ്യം വെച്ചുകൊണ്ട് നടക്കുക, പക്ഷെ അദ്ദേഹത്തെ പോലെ നിർഭാഗ്യവാൻ ആരുമില്ല എന്ന് ലാസ്റ്റ് അദ്ദേഹം എന്നോട് പറഞ്ഞു. കാരണം ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജീവിതം മുഴുവൻ നിർഭാഗ്യം കൊണ്ട് നിറഞ്ഞതാണ്. പക്ഷെ കയ്യിലിരിക്കുന്നത് വലിയ ഭാഗ്യമാണ്. എത്ര കോടിക്കണക്കിന് രൂപയുടെ ലോട്ടറിയാ കയ്യിരിക്കുന്നത്, പക്ഷെ ജീവിതം നിർഭാഗ്യമുള്ളതാ. ഇതടിച്ചാൽ ഭാഗ്യമാണെന്ന് പറഞ്ഞാൽ എന്താ ഭാഗ്യമാ? ഇവിടെ വേണമെങ്കിൽ നല്ലൊരു വീട് പണിയാം, അല്ലെങ്കിൽ അല്പ സ്ഥലം വാങ്ങാം. ഞാൻ ആയാങ്കുടിക്കടുത്തൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ളൊരു സ്നേഹിതന് ലോട്ടറി അടിച്ചു. ഇപ്പോഴും അത് മറക്കാൻ കഴിയുന്നതല്ല. ഏറ്റുമാനൊരു തിയേറ്ററിൽ, അത് തിയേറ്ററൊക്കെ ഉള്ള സമയമാണ്, 2 പേര് തന്നെ പോയി സിനിമ കണ്ടു. തിയേറ്ററിന്റെ ഉടമസ്ഥനോട് പറഞ്ഞു, ഞങ്ങൾ 2 പേരെ തന്നെ സിനിമ കാണിക്കണം, ഈ തിയേറ്റർ നിറച്ച് ആളിരിക്കുന്നതിന്റെ കാശ് ഇവര് കൊടുത്തു.
അപ്പൊ ഇവൻ ആരാ പുള്ളി? അവസാനം എരുമാന്തുരത്തിനടുത്ത് കുറച്ച് ചതുപ്പ് നിലം, എനിക്ക് തോന്നുന്നു ഒരു 6 ഏക്കർ സ്ഥലമുണ്ട്, അത് വാങ്ങി. ഒരു ദിവസം സംഭവിച്ചത്, ഈ മനുഷ്യൻ മരത്തെ താഴെ പോയി. അവസാനം മരണം കൂടെ ഞാൻ കണ്ടു. ദയനീയമായി താൻ ഈ ലോകം വിട്ട് വിട പറഞ്ഞു. അപ്പോ അന്ന് ചോദിച്ച നേതാക്കന്മാരൊക്കെ വന്നപ്പോ ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തോ ഉണ്ട്, ഇത്രയും ലക്ഷം കിട്ടിയതല്ലേ? ഇപ്പൊ പറഞ്ഞു, ഈ ചതുപ്പ് നിലം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. താൽക്കാലികമായി ഭാഗ്യവാനാണ്, ഭാഗ്യമടിച്ചു എന്നൊക്കെ പറഞ്ഞെങ്കിലും നിർഭാഗ്യവനായി ഈ ലോകം വിട്ട് കടന്നുപോയി. അപ്പൊ ഞാൻ പറഞ്ഞത്, കേവലം വീടോ സ്വത്തോ സമ്പത്തോ ജോലിയോ എന്തെങ്കിലും നേട്ടങ്ങളോ ഇവിടുത്തെ പറമ്പോ പൊസിഷനോ ഇവിടുത്തെ കസേരയോ ഉയർന്ന നിലവാരമോ ഉന്നതമായ അനുഭവങ്ങളോ ഒന്നുമല്ല വേദപുസ്തകത്തിൽ രക്ഷ എന്ന് പറയുന്നത്. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ അങ്ങനെ പദമില്ല, രക്ഷിക്കപ്പെട്ടു എന്നാണ് വേദപുസ്തകത്തിലെ പദം. സേവ്ഡ്, രക്ഷിക്കപ്പെടുക. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥം എന്ന് അത് മനസ്സിലാകുമ്പോഴാണ് യേശുക്രിസ്തു മൂലം മാത്രമാണ് രക്ഷയെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. രക്ഷിക്കപ്പെടുക, എങ്ങനെയാ രക്ഷിക്കപ്പെടാൻ കഴിയുന്നത്? മനുഷ്യൻ ശിക്ഷയിലാണ്, ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടുക. പാപത്തിന്റെ ശമ്പളമായ മാരകരമായ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാ മനുഷ്യൻ. വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, മനുഷ്യൻ ശിക്ഷിക്കപ്പെടേണ്ടവനാ. തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട്, നിശ്ചയമാണല്ലോ. ഇതൊരു പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിലുള്ള സ്ഥലമാണ് പയ്യപ്പാടി. ഒരു പോലീസിന്റെ സ്റ്റേഷൻ ഇതിന്റെ അതിർത്തിയിലുണ്ട്, അവരുടെ നിയന്ത്രണം ഇവിടെയുണ്ട്. എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ അവിടെ നിന്ന് നിയമജ്ഞരായിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വരും, കാര്യങ്ങൾ ക്രമീകരിക്കും. അപ്പോ ആളുകൾ പറയാ, ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വെറുതെയാ. ഈ ഒരു സ്ഥലം പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയാണെങ്കിൽ ഞങ്ങൾ പറയട്ടെ, മനുഷ്യ, നിന്നെ നിർമ്മിച്ച ഒരു ദൈവത്തിന്റെ ആമേൻ നിനക്ക് നിന്റെ അകത്തൊരു നല്ല മനസാക്ഷി വെച്ചു തന്ന, പാപം ചെയ്യുമ്പോൾ ദോഷം ചെയ്യുമ്പോൾ അത് തെറ്റെന്ന് നിന്നോട് സംസാരിക്കുന്ന ഒരു മനസാക്ഷി നിന്റെ അകത്ത് വെച്ചിട്ട് നന്മ ചെയ്യാൻ വേണ്ടി ദൈവം നിന്നെ അവൻ വിളിച്ച് തന്റെ കരാങ്കുലിയങ്ങളാൽ മെനഞ്ഞ് ഈ ഭൂമിയിലാക്കിയെങ്കിൽ നിനക്ക് പിൻപിൽ ഒരു വലിയ 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 കോടതിയും ദൈവത്തിന്റെ വലിയ ഇടപെടലുകളും ഉണ്ടെന്നുള്ള കാര്യം മനുഷ്യൻ മനസ്സിലാക്കേണ്ടതാണ്. ഈ ദേശത്ത് ഒരു പോലീസ് സ്റ്റേഷനും നിയമജ്ഞരും കോടതിയും ഒക്കെ ഉണ്ടെങ്കിൽ, ഇതിന്റെ പുറകിൽ മനുഷ്യനെ വിധിക്കുന്ന വിസ്താര സഭയുണ്ടെങ്കിൽ, ഇതിന്റെ പുറകിൽ അവൻ ചെയ്യുന്ന തെറ്റനുസരിച്ച് അവനെ ശിക്ഷിക്കുന്ന നിയമങ്ങളുണ്ടെങ്കിൽ, ഞങ്ങൾ പറയട്ടെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഇടപെടലുകൾ ഇതിന്റെ പുറകിലുണ്ട്. അത് പലരും മനസ്സിലാക്കുന്നില്ല. ചിലരുടെ എല്ലാം ധാരണ, ഞാൻ ഏതാണ്ട് ഈ നാട്ടിലെ വലിയ നേതാവാ, അവൻ നെഞ്ചും തെറ്റിയും കാണിച്ച് ഈ മസിലപ്പൻ അല്പം ഉണ്ടെങ്കിൽ, പണം ഉണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ പിന്നെ പറയുകയും കൂടെ വേണ്ട. ചില പുള്ളികൾ നാഴി വെള്ളം കൂടെ അകത്തി എന്നാൽ പിന്നെ കാണിക്കുന്ന കോപ്രായം ഭയങ്കരമാ. കാരണം അവര് ഈ കുലുങ്ങിയില്ലെങ്കിൽ ഇവിടെ ഒന്നും കുലുങ്ങിയെന്നുള്ളതല്ല, അവരാ പിന്നെ എല്ലാറ്റിലും എന്നങ്ങ് തോന്നുക. ഏതായാലും ഞാനൊരു കാര്യം പറയാം സ്നേഹിത, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ആരാണെന്ന് തിരിച്ചറിയണം. മനുഷ്യന് സംഭവിച്ച അപജയം എന്തുവാ? അതായി പറഞ്ഞു വരുന്നത്, മനുഷ്യനിൽ സംഭവിച്ച അപജയം എന്ന് പറയുന്നത് പാപമാ. പാപം പ്രവേശിച്ച അനന്തരം പാപത്തിന്റെ ശമ്പളമാ മരണം. മരണം എന്ന് പറയുന്നത് കേവലം ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുന്ന മാത്രമല്ല. വിശുദ്ധ ബൈബിളിൽ 3 വിധ മരണങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. അത് ഒന്നാമത് സംഭവിക്കുന്ന ആത്മാവിലുള്ള മരണമാ. അപ്പൊ ശരീരത്തിൽ ജീവനുണ്ട്, പക്ഷെ ആത്മാവിൽ മരിച്ച അവസ്ഥ. അവൻ പാപം ചെയ്തപ്പോൾ തിന്നുന്ന
നാളിൽ മരിക്കുമെന്ന് പറഞ്ഞു. അവൻ വാസ്തവത്തിൽ അവന് ജഡത്തിൽ മരിച്ചില്ല, പിന്നെ ആത്മാവിൽ മരിച്ചു. എങ്ങനെ മരിച്ചു? ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു, ദൈവികമായ സാമീപ്യം നഷ്ടപ്പെട്ടു, അവരെ ഉടുപ്പിച്ചിരുന്ന തേജസ് നഷ്ടപ്പെട്ടു, ഇമ്പങ്ങളുടെ പറുദീസ നഷ്ടപ്പെട്ടു. ആ നിലകളിൽ ദൈവത്തെ വിട്ടുള്ള മനുഷ്യന്റെ അനുഭവത്തെയാണ് ആത്മീക മരണം എന്ന് പറയുന്നത്. ജീവനുള്ളവരായി ദേശത്തൂടെ നടക്കുന്നെങ്കിലും പലരും ആത്മീകമായി മരിച്ചവരാ, ആത്മാവിൽ മൃതരാ. എന്താ കാര്യം? പാപത്തിന്റെ ഇഷ്ടത്തിനൊത്താ നടക്കുന്നത്. പാപമാണ് അവരെ നടത്തുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും ലോകസുഖങ്ങൾക്കും അടിമയായി ആത്മാവിന് മൃതാവസ്ഥ സംഭവിച്ചിട്ട് ആത്മീക ജീവൻ നഷ്ടപ്പെട്ടവരായി ജഡത്തിൽ ജീവനുണ്ടെങ്കിലും സഞ്ചരിക്കുന്ന ഒരുപിടി ആളുകളുണ്ട്. വിശുദ്ധ ബൈബിൾ അത് വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. മനുഷ്യൻ ഒന്നാമത് സംഭവിക്കുന്നത് അവന്റെ ആത്മാവിലെ മരണമാണ്. രണ്ടാമത് സംഭവിക്കുന്നത് അവന്റെ ഈ ജഡത്തിലെ മരണമാണ്. നമുക്കറിയാം, 60, 70, 80 വർഷങ്ങൾ മാത്രമേ ഈ ലോകത്തിൽ നാം ജീവിക്കുന്നുള്ളൂ. നിരവധി വർഷങ്ങൾ ആരും ഇവിടെ ജീവിക്കുന്നില്ല. ആയുസ് കുറഞ്ഞു കുറഞ്ഞ് ഇന്ന് പത്രമെടുത്ത് നിര്യാതരായ ഓളമെടുത്ത് നോക്കിക്കേ, 52, 60, 35, 40, 45 ഒക്കെയാ കൂടുതൽ. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ആ നല്ല പ്രായത്തിൽ ആളുകൾ മരിച്ച നിര്യാതരായ ഗോളം ഞാൻ ശ്രദ്ധിച്ച വർഷങ്ങൾക്ക് പുറകിൽ ശ്രദ്ധിച്ച കാര്യങ്ങൾ ഞാൻ ഓർക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ മരണനിരക്ക് വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, പ്രായം കുറഞ്ഞ ആളുകൾ പോലും പൊടുന്നനവേ മരിച്ചു വീഴുകയാ. കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ, ആ കലാഭവനിലെ ഒരു മാന്യദേഹം, എല്ലാവരെയും കൂടെ ചിരിപ്പിച്ച സന്തോഷിപ്പിച്ച ഒരു മാന്യദേഹം, അദ്ദേഹം സിനിമ അഭിനയിക്കുവാൻ കടന്നുപോയ സ്ഥാനത്ത് ഓരോ നിമിഷം തന്റെ വീട്ടിലേക്ക് പോകുവാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ ആ ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞു വീണ് മരിച്ചത്, ആ വാർത്തകൾ നമ്മെ എല്ലാം ഞെട്ടിച്ചത്. എന്തിനേറെ പറയണം, എത്രയോ സംഭവങ്ങൾ അനുദിനം നടക്കുന്നു. ഇങ്ങനെ ഉന്നതന്മാരുടെ വാർത്തകൾ നമ്മൾ അറിയുന്നുണ്ട്, പലരുടെയും വാർത്ത നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എത്രയോ ആളുകളാണ് ആ നിലകളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ, മരണം ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോകുന്നതാ. അതിനായി ചത്തുപോയെന്നൊക്കെ പറയത്തില്ലേ? ചത്തുപോയെന്ന് പറഞ്ഞാൽ സത്തുപോയെന്ന സത്ത്, ഇതിനകത്തൊരു സത്തിരിപ്പുണ്ട്. അതിനാണ് ആത്മാവ് എന്ന് പറയുന്നത്. ഹൈന്ദവ വേദങ്ങളും പറയുന്നുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്: ഇതിനകത്തൊരു സൂക്ഷ്മ ശരീരമുണ്ട്, ഇതൊരു സ്ഥൂല ശരീരമാണ്, ഇതിനകത്തൊരു സൂക്ഷ്മ ശരീരമുണ്ട്. അത് ആ സൂക്ഷ്മ ശരീരം ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതിനാണ് മരണം എന്ന് പറയുന്നത്. ഏതായാലും മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മൂന്നാമതൊരു മരണം ബൈബിൾ പറയുന്നു, മനുഷ്യൻ ചെയ്ത നല്ലതും തീയതുമായ പ്രവർത്തികൾക്കനുസരിച്ച് ഒരു ദിവസം അവന് ന്യായവിധി ഉണ്ടാകും. ഒരു ദിവസം അവനെ വിസ്തരിക്കും. അതെ, അങ്ങനെ ഒരു കോടതി ഉണ്ടെന്നേ. നിങ്ങൾ ചോദിക്കും, ഇവിടെ കോടതി ഉണ്ടെങ്കിൽ ദൈവത്തിന് കോടതി ഇല്ലെന്നാണോ കരുതുന്നത്? അതെ, എന്തും ചെയ്ത് ഒളിയടത്ത് പാർത്ത് ആരും അറിയാതെ പട്ടാപ്പകൽ മാന്യനായി ജീവിതത്തിൽ ദോഷം ചെയ്യുന്നവനെയൊക്കെ ദൈവം വ്യവഹരിക്കുന്ന, ദൈവം ഇടപെടുന്ന, ദൈവം അവന്റെ പാപത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അന്ന് ന്യായവിസ്താര സഭ ഇരിക്കും. അന്ന് ആർക്കും ഒന്നും മറയ്ക്കാനൊക്കത്തില്ല. ടിവിയിൽ കാണുന്നത് പോലെ, സിനിമ കാണുന്നത് പോലെ നിന്റെ പാപത്തെ നിന്റെ കൺമുൻപിൽ വരച്ച് കാണിക്കും. നീ ചെയ്ത തെറ്റുകളും നിന്റെ പാപവും നീ ചെയ്ത അകൃത്യങ്ങളും ഒക്കെ ആരും അറിയാതെ ചെയ്തതെല്ലോ ദൈവം നിന്റെ കൺമുൻപിൽ കൊണ്ടുവരും. ഒരു ഭക്തൻ പറഞ്ഞത്, അങ്ങനെ കാണുമ്പോ തന്നെ പറയും, അയ്യോ ഞാൻ നരകയോഗ്യനാ, ഞാൻ ഇത്രയുമൊക്കെ പാപം ചെയ്തു, ഇത്രയും ദോഷം ചെയ്തു. തന്നെ നരകത്തിലേക്ക് പോകാൻ മനുഷ്യൻ ഒരുങ്ങും. അങ്ങനെയുള്ള ഒരു വിസ്താരമുണ്ട്. അതിന് മരണമെന്ന വേദപുസ്തകത്തിൽ പറയുന്ന തീപ്പയ്യിലേക്ക് തള്ളിക്കളയും. ഇത് രണ്ടാം മരണം എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസാനം. അതാണ് മനുഷ്യനെ നരകത്തിലേക്ക് തള്ളുന്ന ഒരു ദിനമുണ്ട്. ഇത് വേദപുസ്തകം മാത്രമല്ല നരകത്തെ കുറിച്ച് പറഞ്ഞത്. ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, നരകം എന്ന് പറയുന്നത് വേദപുസ്തകം മാത്രമാണ് നരകത്തെ കുറിച്ച് പറയുന്നല്ല. എല്ലാ മതങ്ങളും നരകത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഹൈന്ദവ വേദങ്ങളും മതങ്ങളും ഒക്കെ പഠിച്ചു നോക്കി
പശുവിന്റെ രോമങ്ങളിലും അധികം നരകമുണ്ടെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ നരകത്തെ കുറിച്ച് ഒത്തിരി ചിന്തകൾ ആമേൻ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഏതായാലും പാപം ചെയ്യുന്ന, ദോഷം ചെയ്യുന്ന മനുഷ്യൻ നരകത്തിന് യോഗ്യനാണെന്ന് അവൻ ഇസ്ലാം മതം പഠിപ്പിക്കുന്നുണ്ട്. സിറാത്ത് എന്ന് പറയുന്ന ഒരു പാലത്തിലൂടെ കടത്തിവിടും. നന്മയും ആമേൻ നല്ല ജീവിതവും കാഴ്ചവെക്കാൻ കഴിയാത്ത പാപം ചെയ്ത മനുഷ്യൻ അവിടെ നിന്ന് തലകുത്തനെ വീണ് നരകത്തിലേക്ക് പോകുമെന്ന് അവർ പഠിപ്പിക്കുന്നുണ്ട്. നന്മ ചെയ്യുന്ന ആളുകൾ നല്ല പർദീസിലേക്ക് പോകും. ഏതായാലും നരകം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്ന് എല്ലാ മതങ്ങളുടെയും ചിന്തകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം തെറ്റ് ചെയ്യുന്നവന് ശിക്ഷയുണ്ട്, പാപം ചെയ്യുന്നവന് ശിക്ഷയുണ്ട്. പാപമാണ് മനുഷ്യരെ അർത്ഥാൽ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവൻ ചെയ്യുന്ന ദോഷമാണ് അവനെ വിസ്തരിക്കുന്നത്. അവൻ ചെയ്യുന്ന തെറ്റാണ് അവനെതിരെ നിൽക്കുന്നത്. അവന്റെ പാപം അവനോട് വാദിക്കുകയാണ്. ആമേൻ. അവനത് ചെയ്തു കൂട്ടി. അതുകൊണ്ട് ദൈവം പറയുന്നു, ഞാൻ എന്റെ മനുഷ്യനോട് ഇടപെടും. ദൈവം തന്റെ മനുഷ്യനോട് ഇടപെടുന്ന ദൈവത്തിന്റെ ഇടപാടാണ് ന്യായവിധി എന്ന് പറയുന്നത്. ആ ന്യായവിധിയെ കുറിച്ച് സവിസ്താരമായി വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതലായി ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ 3 കാര്യം ഞാൻ പറഞ്ഞു. 1, മനുഷ്യന്റെ ആത്മാവിലെ മരണം. 2, മനുഷ്യന്റെ ശരീരത്തിലെ മരണം. 3, നിത്യമരണമായ ആമേൻ നരകക്കുഴിയിലേക്കുള്ള ആ മരണം, ന്യായം വിധിച്ച് തള്ളുന്ന ആ മരണം. ഇങ്ങനെ ക്രമാനുഗതമായി പാപം വരുത്തി വെച്ച വിന എന്ന് പറയുന്നത് ദോഷകരമായ, നാശകരമായ മരണത്തിന്റെ ആ ശക്തമായ ആ അടിയിലേക്ക്, ഒന്നുകൂടെ പറഞ്ഞ നീലക്കയത്തിലേക്ക് മനുഷ്യനെ താഴ്ത്തി തകർത്ത് ഇല്ലാതാക്കുന്ന ഈ വലിയ ന്യായവിധിയാണ്. എന്നാൽ ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ വല്ല മാർഗമുണ്ടോ? അതാണ് വിശുദ്ധ ബൈബിളിലെ ആധികാരികമായ സന്ദേശം. മനുഷ്യന് ഭവിച്ച ഈ അപജയം, ഈ പാപം അവനെ നരകത്തിലേക്കും നാശത്തിലേക്കും അവൻ കൊണ്ടുപോകുവാൻ തക്കവണ്ണം അവന്റെ ജീവിതത്തെ ദോഷമായി ബാധിക്കുമ്പോൾ അവനെ ഏതെങ്കിലും നിലയിൽ രക്ഷിക്കാൻ ഒരു മാർഗമുണ്ടോ എന്നുള്ളതാണ് അവൻ മനുഷ്യൻ കുലങ്കുഷമായി അന്വേഷിക്കുന്നത്. ഇന്ന് മതങ്ങൾ വർദ്ധിക്കുന്നതിന്റെ കാരണം എന്താ? മതങ്ങൾ തനതായ നിലയിൽ മനുഷ്യന് മോക്ഷം കൊടുക്കുവാനുള്ള മാർഗങ്ങൾ തിരയുകയാണ്. നിരവധി മാർഗങ്ങൾ. എവിടെയാണ് മനുഷ്യന് മോക്ഷം അഥവാ രക്ഷ അഥവാ വിടുതൽ, സമാധാനം കൊടുക്കാൻ മാർഗമുണ്ടോ? അതിനുവേണ്ടി മതങ്ങൾ അന്വേഷിക്കുകയാണ്. ഒരിക്കൽ ബ്രാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനൊരു മതമുണ്ടാക്കി. ഞാനതിനെക്കുറിച്ച് വായിച്ചത് ഇങ്ങനെയാണ്. അനവധി പല മതങ്ങളുടെയും തത്വസംഹിതകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതെല്ലാം എഴുതി മനോഹരമായ നിലയിൽ ഒരു പുതിയ മതമുണ്ടാക്കി. അദ്ദേഹം ഇങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ആദ്യം അദ്ദേഹത്തിന്റെ സ്വന്തക്കാരോട് പറഞ്ഞു, ദേശത്ത് പറഞ്ഞു, പലരോട് പറഞ്ഞു, ഒരു മതമുണ്ട്. എല്ലാ മതങ്ങളുടെയും ആശയങ്ങളും തത്വങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആരംഭിച്ചിരിക്കുന്ന മതമാണിത്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്കത് അനുഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞ് ഇത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ചില നാളുകൾ കഴിഞ്ഞിട്ടും ഈ മതത്തിന് വേണ്ടതുപോലെ വർധനമുണ്ടാകുന്നില്ല. ബറാസ് എന്ന് പറയുന്ന ഈ ഉന്നതനായ മനുഷ്യൻ തന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്നേഹിത, ഞാനൊരു മതം ഉണ്ടാക്കി. പക്ഷെ മതം എല്ലാ മതങ്ങളുടെയും ആശയങ്ങൾ എടുത്താ ചെയ്തിരിക്കുന്നേ. പക്ഷെ അതുകൊണ്ട് പടരുന്നില്ല, അതിന് അനുയായികൾ ഉണ്ടാകുന്നില്ല, അതിന് വേണ്ടതുപോലെ ഒരു വലിയ ഉയർച്ചയോ അതിൻ്റെതായ നിലയിൽ ആളുകൾ കൂടി വരികയോ ചെയ്യുന്നില്ല. അപ്പോൾ ഈ സ്നേഹിതൻ പറഞ്ഞു, ബറാസേ, നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ മതം വിജയിക്കണമെങ്കിൽ യേശു ഒരു വെള്ളിയാഴ്ച മരിച്ചു, അതുപോലെ നീ മരിക്കണം. ഒരു ഞായറാഴ്ച പ്രഭാതത്തിൽ നീ ഉയർത്തെഴുന്നേൽക്കണം. നീ ഉയർത്തെഴുന്നേറ്റാൽ നിന്റെ മതം വിജയിക്കും. നിനക്ക് സാധിക്കുമോ? നിന്റെ മതം വിജയിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. യേശു മരിച്ചതുപോലെ ക്രൂശിൽ നീ മരിക്കാൻ തയ്യാറുണ്ടോ? യേശുവിനെ അടക്കിയതുപോലെ നിന്നെ അടക്കിയാൽ നീ കല്ലറ തുറന്ന് 3-ാം ദിവസം പുറത്തു വരാൻ തയ്യാറുണ്ടോ? എങ്കിൽ നിന്റെ മതം വിജയിക്കും.
അദ്ദേഹം പറഞ്ഞു, ഇല്ല, അതെന്നെ കൊണ്ട് സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ മതം അമ്പേ പരാജയപ്പെട്ടു പോകും. മതത്തിന്റെ ആശയങ്ങൾ, അർത്ഥങ്ങൾ പലതാണെങ്കിലും മതം എന്നുള്ള നിലയിൽ ആമേൻ ക്രിസ്തു മതത്തെ പലരും കാണുന്നുണ്ടെങ്കിലും ഞങ്ങൾ പറയട്ടെ, മതത്തെക്കാൾ അപ്പുറത്ത് യേശുവിന്റെ മരണവും അടക്കവും ഉയർത്തിനിൽപ്പും ശക്തമായി ആഘോഷിക്കുന്ന ആമേൻ അത് ജീവിതത്തിൽ കൊണ്ടാടുന്ന ഒരു അനുഭവമാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ യഥാർത്ഥമായ ദൈവികമായ അനുഭവം അകത്തലങ്ങളിൽ വെളിപ്പെടുന്നത്. അത് മുഖാന്തരമാണ് പാപത്തിന്റെ കനത്ത ശക്തിയിൽ നിന്ന് മാനവജാതിക്ക് രക്ഷ ഉണ്ടാകുന്നത്. അത് കേട്ടപ്പോൾ ബറാസ് പറഞ്ഞു, എന്നെ കൊണ്ട് സാധ്യമല്ല, എന്റെ മതം വിജയിക്കുകയില്ല. ഇവിടെ വിജയിച്ച മതങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. മാനവനെ തേടി വന്ന മനുഷ്യ ഹൃദയങ്ങളിൽ കുടികൊണ്ട അനവധി ചിന്താധാരകളും പ്രത്യയ ശാസ്ത്രങ്ങളും ഇവിടെ തല ഉയർത്തി നിൽക്കുന്ന മതങ്ങളായി ഇന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ മതത്തെക്കാൾ അപ്പുറത്ത് ഇവിടെ ശ്രദ്ധിക്കണമേ, മനുഷ്യന്റെ ഹൃദയതലങ്ങളിൽ ഞാൻ ഈ ഓർപ്പിച്ചതുപോലെ പാപത്തിന്റെ കനത്ത നൊമ്പരങ്ങളും വേദനകളുമായി അതിന്റെ നരകത്തിലേക്ക്, നാശത്തിലേക്ക്, തകർച്ചയിലേക്ക് മാനവജാതി നടന്നു നീങ്ങുമ്പോൾ അവനെ രക്ഷിക്കുന്ന മാർഗം എന്തെങ്കിലും ഉണ്ടോ? അതാ ഇവിടുത്തെ വിഷയം. അവനെ രക്ഷിക്കാൻ കഴിയുന്ന മാർഗം ഇവിടെയുണ്ടോ? ഒത്തിരി പേര് അഭിപ്രായം പറഞ്ഞു, പല മാർഗങ്ങൾ ഇവിടെയുണ്ട്, ഇന്നതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. രക്ഷപ്പെടാം. ഞാൻ ചോദിക്കട്ടെ, ഒരു കുളത്തിൽ വീണ ഒരു മനുഷ്യൻ, ആ മനുഷ്യന് നീന്തലറിയത്തില്ല, കുളത്തിലാ വീണത്. കരയിൽ നിന്ന് ഒരുത്തം പറയാ, കാലിട്ടടിക്ക്, കൈയിട്ടടിക്ക്, തലമുക്കി പിടിക്ക്, ഒന്നുകൂടെ ശരിക്ക് കാലും കൈയും ഇട്ട് അടിച്ചു നോക്ക്. ഇതൊക്കെ പറഞ്ഞാൽ എന്നാ രക്ഷ? നീന്തലറിയത്തില്ലെന്ന്. വലിയ ആഴമുള്ള കുളത്തിലാ കിടക്കുന്നേ. പക്ഷെ ബലിഷ്ഠനായ ഒരു മനുഷ്യൻ ഇറങ്ങി വന്ന് ഈ മനുഷ്യനെ കരം കൊടുത്ത് കരയിൽ കയറ്റിയാൽ അതാണ് വിടുതൽ എന്ന് പറയും. ഇതുപോലെയാണ് മതങ്ങൾ പറയുന്നത്. അങ്ങനെ ചെയ്യ, ഇങ്ങനെ ചെയ്യ, കാലിട്ടടിക്കുക, കൈയിട്ടടിക്കുക, ചിലതൊക്കെ ചെയ്യ, കൊടുക്കുക, നേർച്ച കഴിക്കുക, കാഴ്ചകളുണ്ട്, കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം ഇതെല്ലാം നടത്തി 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 പക്ഷേ ഇവൻ താണോണ്ടിരിക്കുക. കാരണം ഇവൻ ഈ കുളത്തിലെ ഈ വെള്ളത്തിനകത്ത് നീന്തി തുടിച്ച് കരകയറുവാൻ കഴിയുന്നില്ല. ഇതുപോലെയാണ് പാപത്തിന്റെ സാഗരത്തിൽ മാനവജാതി അകപ്പെട്ടിരിക്കുന്നത്. അവന്റെ കൈകൾ കുഴയുന്നു, കാലുകൾ കുഴയുന്നു, അവൻ തകരുന്നു, അവൻ താണുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ അർത്ഥാൽ കരകയറാൻ കഴിയുന്നില്ല. അങ്ങനെ എത്ര കുടുംബങ്ങൾ തലമുറകൾ വിടുതലില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ എത്രയോ കുടുംബങ്ങൾ. ആമേൻ. നന്മ ആഗ്രഹിക്കുന്നെങ്കിലും നന്മ ജീവിതത്തിൽ ഇല്ലാത്ത എത്രയോ വ്യക്തി ജീവിതങ്ങൾ കുഴഞ്ഞുകൊണ്ടിരിക്കുക, താണുകൊണ്ടിരിക്കുക. കാലത്തിന്റെ നീലക്കയത്തിൽ അനുദിന പാപത്തിന്റെ ചെളിക്കുണ്ടിൽ മാനവജാതി താണുകൊണ്ടിരിക്കുക. അപ്പൊ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യനെ വീണ്ടെടുക്കാൻ, രക്ഷിക്കാൻ വന്നൊരു മാർഗമാണ് യേശുവിന്റെ മാർഗം. അതെന്നെ, മാനവജാതി മുഴുവൻ പാപത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ടിട്ട് താണ് കർമാനുഷ്ഠാനങ്ങൾ നടത്തി. നമുക്കറിയാം, ആർഷഭാരതത്തിൽ ഉരുത്തിരിഞ്ഞ ഒത്തിരി കർമ്മങ്ങളും കർമ്മകാണ്ഡങ്ങളും ഉണ്ട്. അജമേധം, ഗോമേധം, നരമേധം വരെ മനുഷ്യൻ നടത്തി ഒത്തിരി യാഗങ്ങൾ, ഒത്തിരി കർമ്മങ്ങൾ, കർമ്മകാണ്ഡങ്ങൾ. ഒന്നുമേ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതെല്ലാം ദൈവത്തിലേക്ക് അവനെ അടുപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ശ്ലോകങ്ങളും അതിൻ്റെതായിരിക്കുന്ന പ്രാർത്ഥനകളും അതിൻ്റെതായിരിക്കുന്ന കർമ്മങ്ങളും അതിൻ്റെതായിരിക്കുന്ന ബലികളും ഒക്കെ അർപ്പിച്ച് മനുഷ്യൻ അർത്ഥാൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അകത്ത് കുടികൊള്ളുന്ന പാപത്തിൽ നിന്ന് അവനെ രക്ഷിക്കുവാൻ കഴിയുന്ന യഥാർത്ഥമായ ഒരു സമാധാനത്തിന്റെ മാർഗം അവന്റെ കണ്ണിന്റെ മുമ്പിൽ അവന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം മതങ്ങൾ നൽകിത്തരുന്ന ഒത്തിരി പ്രത്യയ ശാസ്ത്രങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിലെ വിവിധ മതങ്ങളിൽ ഇതെല്ലാം മനുഷ്യൻ ആശയപരമായി അവന്റെ അകത്ത് കുത്തിവെക്കുവാൻ ഒത്തിരി പ്രത്യയ ശാസ്ത്രങ്ങളും ഒത്തിരി മതചിന്തകളും മത നേതാക്കന്മാർ കൊടുത്തിട്ടുണ്ട്. ആശയങ്ങളുണ്ട്, ചിന്തകളുണ്ട്. ശ്രീബുദ്ധൻ തന്നെ നൽകി തന്നിരിക്കുന്ന അഹിംസയുടെ ചിന്തകൾ. മനുഷ്യനെ കൊല്ലരുത്. ആതലകളിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ. ശ്രീനാരായണ ഗുരു നാം ഏറ്റവും ബഹുമാനിക്കുന്നയാളാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മനുഷ്യനെ നന്നാക്കി എടുക്കുവാൻ മതങ്ങളുടെ ചിന്തകൾ, അതിൻ്റെതായിരിക്കുന്ന താത്വിക ചിന്തകൾ ഒത്തിരി
ലോകത്തിനെ അവതരിപ്പിച്ച ഉന്നതന്മാരായ ഒത്തിരി ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ മനുഷ്യനെ രക്ഷിക്കുവാൻ അതൊന്നും പര്യാപ്തമായിരുന്നില്ല. അതൊക്കെ പല കാര്യങ്ങൾക്കും മനുഷ്യന് നന്മയായിരുന്നു, ദോഷമായിരുന്നു എന്ന് പറയുന്നില്ല. മതങ്ങൾ പലപ്പോഴും മനുഷ്യന് നന്മയായിരുന്നു. പക്ഷേ യഥാർത്ഥമായ രക്ഷ അഥവാ രക്ഷിക്കപ്പെടുന്ന അനുഭവം, പാപത്തിൽ നിന്നുള്ള മോചനം അവിടെ ഒന്നുമില്ല. ആമേൻ. പാപമോചനത്തിന് വേണ്ടി മനുഷ്യൻ കാട്ടിക്കൂട്ടിയ കർമ്മങ്ങളും വിക്രിയകളും അവൻ ദൈവത്തിന് കൊടുത്തതായ നേർച്ചകളും കാഴ്ചകളും ഒക്കെ പറഞ്ഞാൽ ഒരിക്കൽ ചെന്നമ്പുഴ ഇങ്ങനെ പാടി, കൈക്കൂലി കാണാത്ത, കൈക്കൂലി കൊടുത്തിട്ട് കൈക്കൂലി കൊണ്ട് മാത്രം രക്ഷിക്കുന്ന ഈശ്വരനോ രണ്ട് തൊട്ടേകിയാൽ ചുണ്ടിൽ ചിരി വരും, തെണ്ടിയല്ലേ മതം തീർത്ത ദൈവം, പാൽപായസം കൊടുത്താൽ സ്വർഗത്തിലേക്കുടൻ പാസ്പോർട്ട് എഴുതും ദൈവം. എന്ത് ദൈവം? ഇങ്ങനെ ചെങ്ങമ്പുഴ പാടിയ ഒരു മനോഹരമായ പാട്ടുണ്ട്. വാസ്തവത്തിൽ എന്തെങ്കിലും കൊടുത്തിട്ട് ദൈവം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ആരാ? ദൈവം ഇത് മേടിക്കാണ്ടിരിക്കുന്ന ആളാണോ? ദൈവം തെണ്ടിയാണോ എന്നൊക്കെ ചെങ്ങമ്പുഴ ചോദിച്ചിട്ടുണ്ട്. തീച്ചുള എന്ന് പറയുന്ന ആ ഗദ്യകാവ്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില പദങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. കൈക്കൂലി കൊടുത്തിട്ട്, അല്ലെങ്കിൽ നേർച്ച കൊടുത്തിട്ട്, പാൽപായസം കൊടുത്തിട്ട്, കർമ്മങ്ങൾ കൊടുത്തിട്ട് ദൈവത്തെ പ്രാപിക്കാൻ കഴിയുമോ? സ്നേഹിതരെ, ഇല്ലവേ ഇല്ല. അതൊന്നും മനുഷ്യന്റെ പാപത്തിന് പരിഹാരമല്ല. പിന്നെ എവിടെയാ പാപപരിഹാരം? അതല്ലേ ആമേൻ യഥാർത്ഥമായിരിക്കുന്ന വിഷയം. പാപപരിഹാരം എവിടെ? അതിനുവേണ്ടി പാപമില്ലാത്ത ഒരുവൻ വേണം. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇന്നേക്ക് 2000 പല വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധനായ ദൈവത്തിന്റെ പുത്രൻ ഈ താണ ഉലകത്തിലേക്ക് ഇറങ്ങി വന്നത്. പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവത്തിന്റെ പുത്രൻ ആമേൻ ഈ ലോകത്തിൽ പിറക്കുവാൻ ആമേൻ ചരിത്രത്തിൽ ആമേൻ മൾട്ടിമീഡിയ ഹോസ്പിറ്റലോ ഉന്നതമായ കൊട്ടാരങ്ങളോ തനിക്ക് വേണമെങ്കിൽ പിറക്കാമായിരുന്നു. എന്നാൽ പിറന്നത് ഒരു കല്ലിടാവിലാണ്. ആമേൻ തന്നെ കിടത്തിയത് ഒരു കീഴ്ശീലയിൽ പൊതിഞ്ഞ് ഒരു കാര്യത്തൊഴുത്തിലാണ്. എന്തിനാണെന്നറിയാമോ? എല്ലാവർക്കും ഒരുപോലെ വന്ന് കാണുവാൻ. ആട്ടിടയന്മാർക്ക് വന്ന് കാണാം. നക്ഷത്രം കണ്ടുവരുന്ന ആമേൻ അന്നത്തെ വിദ്വാൻമാർക്ക് അവിടെ വരാം. ആർക്കും വരാം. കാരണം ആർക്കു വേണ്ടിയും തുറന്നു കിടക്കുന്ന ഒരു കാര്യത്തൊഴുത്ത് ഇന്നും തുറന്നു കിടക്കുകയാണ്. മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി തുറന്നു കിടക്കുന്ന ഒരു കാര്യത്തൊഴുത്ത്. ആ കാര്യത്തൊഴുത്തിൽ ആർക്കും വന്ന് കയറാം, ആർക്കും വന്ന് കാണാം. ക്രിസ്തുമസ് ദിനങ്ങളിൽ പാട്ടുപാടി ഈ കാര്യത്തൊഴുത്തിനെ കുറിച്ച്, യേശുവിന്റെ ജനനത്തെ കുറിച്ച് പാടുന്ന മനോഹരമായ കരോൾ ഗാനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. കേവലം ക്രിസ്തുമസ് കൊണ്ട് മറക്കുന്നതല്ല ഈ ഗാനങ്ങൾ. കേവലം ക്രിസ്തുമസിന്റെ ദിനം മാത്രം ഒതുങ്ങുന്നതല്ല യേശുവിന്റെ പിറവി എന്ന് പറയുന്നത്. യേശു ക്രിസ്തു ലോകത്തിലേക്ക് പിറവിയെടുത്തത് മാന്യ സ്നേഹിതരെ, മാനവ ചരിത്രത്തിൽ പാപത്തിന് ഘനീഭവിച്ച ശക്തികൾ മനുഷ്യനെ മരണത്തിലേക്ക് നയിച്ച് അതിന്റെ ഒടുവിൽ നാശവും നരകവും അതിന്റെ പിൻപിൽ മനുഷ്യ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന ദോഷവും അതിന്റെ തിന്മയും ഒക്കെ നീക്കി അവന്റെ ജീവിതത്തെ ദൈവോന്മുഖമാക്കി അവനെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ ദൈവത്താൽ ഇറങ്ങി വന്ന ദൈവിക മാർഗമാണ് ക്രിസ്തുവിന്റെ മാർഗം. അതുകൊണ്ടാണ് ഒരു പഴയ പാട്ടുകാരൻ പാടി ഇങ്ങനെ, അരക്കാശിനു മുതലില്ലാതെ തലചായിപ്പാൻ സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ കൊരിന്ത്യർ ലേഖനത്തിലേക്ക് ഒരു വാക്യമുണ്ട്. സമ്പന്നനായിരുന്നവൻ നമ്മെ ദരിദ്രരായ നമ്മെ സമ്പന്നരാക്കുവാൻ അവന്റെ സ്വർഗീയ സമ്പന്നതകൾ വെടിഞ്ഞ് ഈ താണ ഉലകത്തിലേക്ക് ഇറങ്ങി വന്നു. ദൂതന്മാരുടെ ആരാധ്യ വസ്തുവായിരുന്നവൻ, ആമേൻ ആദിയിൽ വചനമായിരുന്നവൻ, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നവൻ ജനമെടുത്ത് ഈ താണ ഉലകത്തിൽ വന്നു. തന്റെ ജനനം, തന്റെ ജീവിതം, തന്റെ പ്രവർത്തനങ്ങൾ, തന്റെ അവകാശവാദങ്ങൾ, തന്റെ കാൽവറി മരണം ഇതെല്ലാം മാനവവർഗത്തിന് വേണ്ടിയായിരുന്നു, മനുഷ്യ സമൂഹത്തിന് വേണ്ടിയായിരുന്നു. മാനവവർഗത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് ഘനീഭവിച്ച ദുഷ്ടശക്തികളിൽ നിന്ന് അവനെ ഉദ്ധരിക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ മാനവജാതിക്ക് ഒരുക്കപ്പെട്ട
നിത്യജീവന്റെ മാർഗമാണ് ക്രിസ്തു. അതുകൊണ്ട് തന്നെയാണ് വള്ളത്തോള് ഒരു വ്യഭിചാരിണിയായ സ്ത്രീയുടെ ആമേൻ ആ ജീവിതത്തെ നോക്കി ഇങ്ങനെ പാടി. ആമേൻ നമ്മുടെ കേരളത്തിന്റെ മഹാകവി എന്ന് നാം എണ്ണുന്ന വള്ളത്തോള് ആമേൻ ആ വ്യഭിചാരിണിയായ സ്ത്രീക്ക് മാനസാന്തരം ഉണ്ടായപ്പോൾ ആമേൻ ആ കവിത വളരെ മനോഹരമായ കവിതയാണ്. താൻ ഇങ്ങനെ പാടുകയുണ്ടായി. ഇന്നലെ നാം കണ്ട തേവടി പെണ്ണല്ല, ഇന്നവൾ ചാരിത്ര്യ ചാരുമൂർത്തി, തെറിച്ച നാം മാറി മറിഞ്ഞവൾ മറ്റൊരു ജന്മം ജനിച്ച പോലെ. ജീവിതത്തിൽ മാറ്റം വരുത്തിയ അവൻ ജീവിതം തകർന്ന അനവധി പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ ദൈവോന്മോഹനാക്കി തീർത്ത് അവൻ കുഷ്ഠരോഗികളെ തൊട്ട് ശുദ്ധമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് പലസ്തീന്റെ വിരിമാറിൽ 200 മൈൽ ചുറ്റളവിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് യേശു യഹൂദയിലെ അവൻ ഗലീലയിലെ ശമരിയയിലെ അവൻ കടന്നു എന്ന് അവിടെ ആയിരങ്ങളെ രക്ഷിച്ച ചരിത്രം ഈ പുസ്തകത്തിലുണ്ട്. അതൊരു ചരിത്രമാണ്. ചിലർ പറയുന്നത് ചുമ്മാ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നതാണെന്ന്. ജോസീഫസ് എന്ന് പറയുന്ന ചരിത്രകാരൻ, പ്ലീനി എന്ന് പറയുന്ന ചരിത്രകാരൻ, ടാറ്റിസസ് എന്ന് പറയുന്ന ചരിത്രകാരൻ, ഞങ്ങൾ പറയട്ടെ, ഈ ചരിത്രകാരന്മാരെല്ലാം യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജോസീഫസ് യേശുവിന്റെ കാൽവരി മരണത്തെ കുറിച്ച് വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ഇത് കേവലം ഒരു സംഭവമല്ല, അമ്മൂമ്മ കഥയല്ല, ആരുടെയെങ്കിലും ഭാവനയിൽ ഉരുത്തിരിഞ്ഞ ഒരു ചിന്തയല്ല. ഇത് ലോക ചരിത്രത്തെ രണ്ടായി തിരിച്ചുകൊണ്ട് AD എന്നും BC എന്നും ചരിത്രത്തിന് നടുവിൽ ഇറങ്ങി വന്ന് ചരിത്രത്തിൽ ജീവിച്ച് ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് താൻ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഞാനിതാ മരിക്കാൻ വന്നതാ. അതുകൊണ്ട് രക്ഷിക്കപ്പെടാൻ ഒരു മാർഗം എന്നിൽ വിശ്വസിക്കുക. യേശു പറഞ്ഞതല്ല, അധ്വാനിക്കുന്നവരെ പാപഭാരം ചുമക്കുന്നവരെ എന്റെ അടുക്കൽ വരുവീൻ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എല്ലാരും പറഞ്ഞു അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, അത് ചെയ്യ്, ഇത് ചെയ്യ്. യേശു പറഞ്ഞു എന്റെ അടുക്ക വാ, ഞാൻ തരാം ആശ്വാസം, ഞാൻ തരാം വിടുതൽ, ഞാൻ തരാം സമാധാനം. യേശു പറഞ്ഞു ഞാൻ ആ സ്വർഗത്തിലേക്കുള്ള വാതിൽ. യേശു പറഞ്ഞു ഞാൻ നല്ല ഇടയനാ. യേശു പറഞ്ഞു ഞാൻ വഴിയ സത്യവും ജീവനുമാ. എന്തിനേറെ ഇതുപോലെ പറഞ്ഞ അവകാശവാദം പറഞ്ഞ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാരും പറഞ്ഞു അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതാണ്, ഇതാണ്. പക്ഷേ അന്നത്തെ ലോകത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് നെഞ്ചും നെറ്റിയും കാണിച്ച് ശക്തമായ ഭാഷയിൽ പരീക്ഷ സമൂഹത്തിന്റെ നടുവിൽ, അന്നത്തെ സദൂക്യരുടെ നടുവിൽ, അന്നത്തെ മതത്തിന്റെ നടുവിൽ, അന്നത്തെ യഹൂദ പരിശീലന നടുവിൽ എന്റെ കർത്താവ് തന്നെ വെളിപ്പെടുത്തി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. വാസ്തവത്തിൽ ഈ ലോകത്തിൽ ജനിച്ചവരെല്ലാം ജീവിക്കാൻ വന്നപ്പോൾ നമുക്കറിയാം പാപത്തിന്റെ ശമ്പളമായ മരണം തന്നിൽ തന്നെ ഏറ്റെടുത്തു. പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവത്തിന്റെ പുത്രൻ ആ കാൽവരി ക്രൂശിൽ മരണത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടു. 5 കോടതിയിൽ 7 പ്രാവശ്യം വിസ്തരിക്കപ്പെട്ട് യേശു ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒരു സ്വർഗീയ സൈന്യത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങിയാൽ മതി, ഒന്നും ചെയ്യത്തില്ല. ഇന്നത്തെ യഹൂദ പരിശകൾക്കോ റോമൻ സൈന്യത്തിനോ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ എന്റെ കർത്താവ് സ്വമനസ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അത് മട്ടോളം വലിച്ചു കുടിക്കുവാൻ അല്പം പാടുള്ള വിഷയമാണ്. കഠോരമായ മാനവന് അതിലൂടെ പാപം മുഴുവൻ ആ കൈപ്പേറിയ പാനപാത്രം മുഴുവൻ വലിച്ചു കുടിച്ച് ഗതസമന മുതൽ പീലാത്തോസിന്റെ പ്രിറ്റോറിയം വരെ ഒരു രാത്രി 5 കോടതിയിൽ 7 പ്രാവശ്യം വിസ്തരിക്കപ്പെട്ട് മാനവവർഗത്തിന്റെ പാപം മുഴുവൻ വഹിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിന് വേണ്ടി ഇതാ രക്ഷ എന്ന് പറഞ്ഞ്, സമാധാനം എന്ന് പറഞ്ഞ്, മാനവവർഗത്തിന് പകരം അതാ പ്രായശ്ചിത്ത മരണമാണ് യേശുവിന്റെ മരണം. യേശു മരിക്കേണ്ടതല്ല, പാപമില്ലാത്തവരാ. ആർക്കെന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താം? ആരുമില്ല. ആമേൻ. എന്റെ യേശുവിന്റെ മുൻപിൽ അന്നത്തെ പരീക്ഷ സമൂഹം മുട്ടുകുത്തി. അന്നത്തെ ഏറ്റവും വലിയ ന്യായാധിപനായിരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, ഇവൻ എത്ര പരിശുദ്ധനാണ്. പിശാച് പോലും പറഞ്ഞു അവൻ പരിശുദ്ധനാണ്. ലോകം മുഴുവൻ വിധിക്കപ്പെട്ട, പരിശുദ്ധനെന്ന് വിധിക്കപ്പെട്ട, പാപിയല്ലെന്ന് വിധിക്കപ്പെട്ട ദൈവപുത്രൻ പാപത്തിന്റെ മുഴുവൻ ശാപവും ഏറ്റെടുത്തുകൊണ്ട് മാനവവർഗത്തിന്റെ ആ മരണം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് മരിക്കാനായി കാൽവറി ക്രൂശിൽ ശാപമായ ആ കുരിശുമരവും തോളിലേന്തി 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ ആണിയടിക്കപ്പെട്ടവനാ.
തറയ്ക്കപ്പെട്ടവനായി, ആണി തറയ്ക്കപ്പെട്ടവനായി ക്രൂശിന്മേൽ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുന്ന കാഴ്ച കണ്ടോ? മരിക്കേണ്ടവനാണോ? അല്ല, ദൈവപുത്രനല്ലേ? അതെ. ലോകം വിധി എഴുതി കുഞ്ഞുങ്ങൾ, സഹോദരിമാര് പറഞ്ഞു, അയ്യോ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച യേശുവല്ലയോ ഇത്, ഇവൻ അന്ന് തെറ്റ് ചെയ്തു. ലോകം മുഴുവൻ അമ്പലപ്പോടെ നോക്കി നിൽക്കെ മാനവവർഗത്തിന്റെ പാപം മുഴുവൻ വഹിച്ചു. പാറകൾ പിളർന്നു, ഭൂകമ്പം ഉണ്ടായി, ആകാശത്തെ സൂര്യൻ മറഞ്ഞുപോയി. കാരണം നീതി സൂര്യൻ ഇവിടെയാണ് ആണിയടിയേറ്റ് ആ ക്രൂശിന്മേൽ പിടയുമ്പോൾ ഇവിടുത്തെ സൂര്യന് മറയാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇവിടുത്തെ പാറകൾ പിളർന്നു. കാരണം യുഗങ്ങളുടെ പാറ കാൽവരി ക്രൂശിൽ പിളരുമ്പോൾ ഇവിടുത്തെ പാറകൾക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. എന്തിനേറെ പറയണം, പ്രകൃതിയിൽ വന്ന മാറ്റങ്ങൾ. ഓ, എന്റെ യേശു കാൽവരിയിൽ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുമ്പോൾ മരണത്തെ സ്വന്തം തോളിൽ തലചായ്ച്ച് 7 മൊഴികൾ അതിനു മുമ്പ് താൻ പറയുകയുണ്ടായി. ഇവർ ചെയ്യുന്നതിന് എന്നറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഞാൻ എന്റെ വാക്കുകൾ ദീർഘമാക്കുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, ഞങ്ങൾ പറയട്ടെ, പാപത്തിന് പരിഹാരം എവിടെ? ക്രൂശിന്മേൽ. ക്രൂശിന്മേൽ. ആമേൻ. കുരിശ് ചിലപ്പോൾ നിങ്ങളുടെ ലോക്കറ്റിലോ നിങ്ങൾ കുരിശിനെ വണങ്ങുന്ന ആളോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ഞങ്ങൾ ചോദിക്കട്ടെ, ക്രൂശിക്കപ്പെട്ട യേശു കാൽവരി ക്രൂശിൽ പിടഞ്ഞ് പിടഞ്ഞ് മരിച്ച് മാനവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം മരിച്ചൊരിഞ്ഞ് ആ കാൽവരിയിൽ മരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് പാപമേറ്റു പറഞ്ഞ് ദൈവത്തിന്റെ മകനും മകളുമായി തീർന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പേരുകൊണ്ട് ക്രൈസ്തവനായിരിക്കാം, പക്ഷെ ജീവിതം കൊണ്ട് ക്രിസ്തുവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ? യേശുവിന്റെ സ്നേഹം നിങ്ങളെ മാടി വിളിക്കുന്നു. ആ ക്രൂശിലാണ് രക്ഷ ദൈവം ഒരുക്കി തന്നിരിക്കുന്നത്. അവിടെ ഒരു കള്ളൻ പർദീസയ്ക്ക് ഓഹരിക്കാരനായി തീർന്നു. അവിടെ ആമേൻ ഒരു അമ്മയ്ക്ക് ഒരു മകനെ കിട്ടി, ഒരു മകൻ ഒരു അമ്മ കിട്ടി. ആമേൻ പടയാളികൾക്ക് വസ്ത്രം പകുത്തെടുക്കാൻ കിട്ടി. ഒത്തിരി പലതും കിട്ടി, പലതും പലർക്കും കിട്ടി. പക്ഷേ ആ ക്രൂശിൽ കിടന്ന കള്ളന്, എന്റെ കർത്താവിനോട് ചേർന്ന് കിടന്ന കള്ളന് പർദീസയ്ക്ക് ഓഹരിക്കാരനായി. ഒരു വലിയ മനുഷ്യൻ പറഞ്ഞ ജീവിതകാലം മുഴുവൻ അവൻ മോഷ്ടാവായിരുന്നു. ക്രൂശിൽ കിടന്നുകൊണ്ടും അവൻ പർദീസ മോഷ്ടിച്ചു. അയ്യോ, എത്ര വിടുതലിന്റെ അനുഭവം. യേശു അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. പാപത്തെ കഴുകി ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ മകനാക്കി രക്ഷ അനുഭവിക്കാൻ കഴിയുന്ന വിടുതലിന്റെ മാർഗമായ ക്രിസ്തു സ്നേഹത്തോടെ നിങ്ങളെ മാടി വിളിക്കുന്നു. ആ സ്നേഹത്തിന്റെ ദാതാവായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് പറയാൻ കഴിയും, മറ്റൊരുത്തരിലും രക്ഷയില്ല. ആ ക്രൂശിന്മേൽ പിടഞ്ഞ് മരിക്കുന്ന യേശുവിൽ മാത്രം. മാനവർഗത്തിന് വേണ്ടി മരിക്കുവാൻ മറ്റൊരാൾ വന്നിട്ടില്ല, തകർക്കപ്പെടുവാൻ മറ്റൊരാൾ വന്നിട്ടില്ല. പാപമില്ലാത്ത പരിശുദ്ധൻ എന്ന് പേർകൊണ്ട് മറ്റൊരാളില്ല. ഈ ലോകത്തിൽ ജനിച്ചവരെല്ലാം പാപികളാ. സവിസ്താരമായി വിസ്തരിക്കുന്നില്ല. എന്നാൽ പാപമില്ലാത്ത യേശു, പരിശുദ്ധനായ ദൈവപുത്രൻ, മാനവജാതിക്ക് വേണ്ടി പിടഞ്ഞു മരിച്ചു. മരണം കൊണ്ട് തീർന്നോ? ഇല്ല. കല്ലറയെ ഭേദിച്ചുകൊണ്ട് 3-ാം ദിവസം ഉയർത്തുന്നേറ്റു. ഇന്നും യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങൾ, ആമേൻ, അടയാളങ്ങളോടുകൂടെ എത്രയും വേഗം മടങ്ങി വരും. ആ യേശുവിനെ സ്വീകരിക്കുവാൻ, ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളുടെ ജീവിതം ധന്യമാക്കുന്ന യേശുവിന്റെ സ്നേഹം നിങ്ങളെ മാടി വിളിക്കുന്നു. ആ ക്രൂശിന്മേൽ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുന്ന യേശുവിനെ സ്നേഹത്തോടെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിപ്പാൻ കർത്താവ് നിങ്ങളെ, ആമേ, ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ച് കർത്താവിനെ അറിയുവാൻ അവൻ നിങ്ങളെ മാടി വിളിക്കുന്നു. ഇന്ന് വരെ പാപത്തിന് വേണ്ടി ജീവിച്ച സഹോദര, ഇനി പാപത്തിന് വേണ്ടി ഞാൻ ജീവിക്കുകയില്ല, ദൈവത്തിന്റെ മകനായി ഞാൻ തീരുമെന്ന് ഒരു തീരുമാനമെടുക്കുമോ? ഒരു തീരുമാനമെടുക്കുമോ? ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു തീരുമാനമെടുക്കുമോ? രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ദൈവപുത്രനെ അംഗീകരിക്കുമ്പോൾ നിന്റെ ജീവിതം രക്ഷയിലേക്ക് വരികയാണ്. ആ രക്ഷകനെ സ്വീകരിപ്പാൻ മനസ്സുണ്ടോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തെ പൈതലായി ജീവിക്കൂ ഞാനിനി. ദൈവത്തെ പൈതലായി ജീവിക്കൂ ഞാനിനി. ക്രൂശിന്മേൽ കാണുന്ന ധാരിതാ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രിയ ബിജോ യേശുവിനെ സ്വീകരിച്ചു. മകാനത്തായിരുന്നപ്പോൾ ചെറുപ്പക്കാരനായ ആ
സഹോദരൻ, അവൻ പാപത്തിന്റെ പിന്നാലെ, അവൻ ലോകത്തിന്റെ കൂട്ടുകെട്ടിൽ, മദ്യത്തിന്, മയക്കുമരുന്നിനൊക്കെ അടിമകളായി ജീവിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഇന്നവൻ യേശുവിന്റെ സാക്ഷിയാണ്, അവൻ സുവിശേഷത്തിന്റെ സാക്ഷിയാണ്, ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഈ കുടുംബാംഗണത്തിൽ നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുവാൻ ഒരു അവസരം ഉണ്ടായതിൽ സന്തോഷിക്കുന്നു. പക്ഷെ നിങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ, യേശുവിനെ വേണമോ? രക്ഷ വേണമോ? സമാധാനം വേണമോ? പറഞ്ഞാട്ട് കർത്താവേ, എന്റെ ഉള്ളം തുറക്കുന്നു, അങ്ങന്റെ ഉള്ളത്തിലേക്ക് വരണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്തൃദാസൻ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്.